നമസ്കാരം. എല്ലാവർക്കും ബേസിക്സ് ഇൻ വെബ് ഡെവലപ്മെൻറ്റ് എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ഇത് തിയറി ക്ലാസ് എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ മെയിനായിട്ടും ഓരോ സ്റ്റേജിലും യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളുകൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ, അല്ലെങ്കിൽ ടെക്നോളജീസ്, ഇതിനെയൊക്കെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനോ അത് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മറ്റ് ഘടകങ്ങളെയാണ് ടൂൾസ് എന്നുള്ളത് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ടൂൾസ് ആൻഡ് ടെക്നോളജീസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ടൂൾസ്, എവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് ഉള്ളതാണ്. എവിടെയൊക്കെ ആയിരിക്കും വരുന്നത്, അതായത് ഇപ്പോൾ HTML അല്ലെങ്കിൽ ഒരു വെബ് സർവീസ് അല്ലെങ്കിൽ ഡാറ്റാബേസുകൾ, ഇതൊക്കെ ഒരു വെബ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ആ ഒരു സ്ട്രക്ചറിൽ എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. വെബ് ബേസ്ഡ് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് എന്തൊക്കെ തരമാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ മാത്രമാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, വെബ് ഫ്രെയിം വർക്കുകൾ, ഡാറ്റാബേസുകൾ, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ, APIയും മൈക്രോ സർവീസുകൾ, ഡെവോപ്സ് ടൂൾസ്, വെബ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രോട്ടോക്കോൾസ് എന്നതാണ് പ്രധാനപ്പെട്ട മേഖലകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ചെക്ക് ചെയ്യാൻ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പേരുദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. വെബ് ആപ്ലിക്കേഷനുകളിലോ സൈറ്റുകളിലോ പ്രധാനപ്പെട്ട് ഉപയോഗിച്ച് വരുന്ന സോഫ്റ്റ്വെയറുകളാണിത് അല്ലെങ്കിൽ ലാംഗ്വേജുകളാണിത്. HTML, CSS, JavaScript, Python, PHP, Ruby എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ടും വരുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതായിരിക്കും പ്രധാനപ്പെട്ട ആൽഫബറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കൊരു ആൽഫബറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും സംസാരം എന്നുള്ളത് സാധ്യമാവില്ലല്ലോ. അല്ലെങ്കിൽ ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടികയില്ലാണ്ട് വീട് പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ്റെ ഇഷ്ടികകളാണ് ഈ പറയുന്ന ഇത്രയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. HTML, CSS, JavaScript, ഈ മൂന്നെണ്ണമായിരിക്കും പ്രധാനപ്പെട്ടും നമ്മൾ വെബ്സൈറ്റിൽ ഏതൊക്കെ ഫ്രെയിം വർക്കുകളോ അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒടുവിൽ ക്രിയേറ്റ് ആവുന്നത് ഈ HTML, CSS, JavaScriptകളായിരിക്കും. ഓക്കെ. വെബ് ഫ്രെയിം വർക്കുകൾ, ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേക്കർ അല്ലാത്ത ഒരാൾ, അതായത് പ്രൊഫഷണലായിട്ട് ഷെഫോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാത്ത ഒരാൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതി എന്താണ്? നമ്മുടെ കടയിൽ നിന്നൊരു കേക്ക് മിക്സ് വാങ്ങുക, അത് അവർ പറയുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എഗ്ഗ് വേറെ വാങ്ങണ്ട, പൗഡേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണ്ട, മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ കേക്കിന് വേണ്ട രീതിയിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിൽ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ. അതേപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനോ നമ്മൾ പ്രധാനപ്പെട്ടും യൂസ് ചെയ്യുന്ന ചില ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ ലൈബ്രറികളാണ് ഇവിടെ കാണുന്നത്. ഫ്രെയിം വർക്കും ലൈബ്രറികളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ലൈബ്രറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് കുറച്ച് റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളുകൾ മാത്രമാണ്, മനസ്സിലായില്ല? അതിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കണ കാര്യം പറഞ്ഞല്ലോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് വേണം ഇടാൻ, അല്ലേ? അതിനപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങനെ തന്നെ വാങ്ങി നമ്മളുടെ മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് വേണ്ട രീതിയിലാക്കിയിട്ട് അത് ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ പൊടിയായിട്ട് തന്നെ വാങ്ങി അത് ഉപയോഗിക്കാം. അതേപോലെയാണ് ലൈബ്രറികൾ വരുന്നത്.
മനസ്സിലല്ലേ? അപ്പോൾ ലൈബ്രറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ലൈബ്രറികളുടെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ അത്രയേ ഉള്ളൂ. ഫ്രെയിം വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രെയിം വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയുടെ ഒപ്പം തന്നെ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളും അതിലുണ്ടാവും. ഫ്ലേവറുകളാണെങ്കിൽ ഫ്ലേവറുകളുണ്ടാവും, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിൻ്റെ കണക്ക്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കവറിൽ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ഫ്രെയിം വർക്ക് എന്നുകൊണ്ട് പറയാം. അപ്പോൾ ഇവിടെ ലൈബ്രറികളായിട്ടും ഫ്രെയിം വർക്കുകളായിട്ടും വരുന്ന കുറച്ച് ടെക്നോളജീസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഫ്രണ്ട് എൻഡിൽ വരുന്നതാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് ബാക്ക് എൻഡിൽ വരുന്ന ലൈബ്രറികൾ ഫ്രെയിം വർക്കുകളാണ്. റിയാക്ട്, ആംഗുലാർ, Vue.js, ജാങ്കോ, ഫ്ലാസ്ക്, റൂബി ഓൺ റെയിൽസ്. പ്രധാനപ്പെട്ടും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഒഫീഷ്യൽ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ബേസിക് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിലേതെങ്കിലും സ്റ്റാർട്ട് ചെയ്തൊന്ന് എന്താ പറയുക, ഹലോ വേൾഡ് പോലത്തെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് അവർ തന്നെ തരും. ഒരു സ്റ്റാർട്ടിങ് ആപ്ലിക്കേഷൻ അവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയൊക്കെ ചില ടീമുകൾ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡാറ്റാബേസസ്, ഇവിടെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് സേവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ പല രീതികൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ പല ടൂളുകൾ ഉപയോഗിക്കും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്ന പ്രധാനപ്പെട്ട ടൂളുകളാണിത്: MySQL, MongoDB, PostgreSQL, SQLite. അപ്പോൾ ഇതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഡാറ്റ ഒക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡാറ്റാബേസുകളിലായിരിക്കും. അവിടെ നിന്നായിരിക്കും നമ്മൾ ഓരോ തവണയും ഒരു വെബ്സൈറ്റിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ എടുത്ത് വരുന്നത് ഇവിടെ നിന്നായിരിക്കും, ഡാറ്റാബേസിൽ നിന്നായിരിക്കും. ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെർവറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ ആയിരിക്കും നമ്മൾ ആ വെബ്സൈറ്റോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ മാനേജ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത അല്ലെങ്കിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ വരുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ മറ്റേ ഫിസിക്കൽ സെർവർ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അപ്ഫ്രണ്ട് ആയിട്ട് കാശ് കൊടുക്കണം. ഇപ്പോൾ ഇത്ര സൈസിന് ഇത്രയും എമൗണ്ട് എന്നുള്ളൊരു ഫിക്സ്ഡ് എമൗണ്ടാണ്. പക്ഷേ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. അതാണ് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി. പ്രധാനമായിട്ടും AWS, ഗൂഗിൾ ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ഇതാണ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസുകളായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആമസോൺ വെബ് സർവീസസ് ആണ് AWS കൊണ്ട് ഉദ്ദേശിച്ചത്. APIs ആൻഡ് മൈക്രോ സർവീസസ്. API എന്താണെന്ന് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈലുകളിൽ വെബ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിലെ വെതർ ഇൻഫർമേഷൻസ് ഒരു വിഡ്ജറ്റിലായിട്ട് കിട്ടും അല്ലേ? അത് ആ ഒരു ആൻഡ്രോയിഡോ iOSോ ഡിവൈസിൽ ഒരു APIയുടെ സഹായത്തോടെ ആയിരിക്കും ആ വക ഇൻഫർമേഷൻസൊക്കെ ഒരു ഫോണിൽ വിഡ്ജറ്റിൽ കിട്ടുന്നത്. അപ്പോൾ വേറൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ നമ്മളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ തുറന്ന് തന്നിരിക്കുന്ന ഒരു വാതിലാണ് APIകൾ. മനസ്സിലായില്ല? അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് അവരുടെ അടുത്തു നിന്നും ഡാറ്റ അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഇപ്പോൾ വെതർ ആപ്പുകൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, പിന്നെ ചില വെബ്സൈറ്റുകൾ നിങ്ങൾ കയറുമ്പോഴത്തേക്കും ഗൂഗിൾ വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ആവാൻ പറ്റും. നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ കൊടുക്കാതെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ മെയിൽ അവിടെ ടോപ്പിലോ എവിടെയെങ്കിലും കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ മെയിലിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഓതൻറ്റിക്കേഷൻ കിട്ടും. അപ്പോൾ അതിനെയാണ് ഓത്ത് എന്ന് പറയണത്. പിന്നെ മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ചില സർവീസുകളുടെ മാനിപ്പുലേഷനാണ് മൈക്രോ സർവീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ
ആമസോണിൽ കയറുമ്പോൾ നിങ്ങൾ തന്നെയാണോ കയറിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈനപ്പുകളുണ്ടാവും. നിങ്ങളുടെ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഓർഡർ ക്രിയേറ്റ് ചെയ്തെന്നാണ് സ്റ്റാറ്റസ്, ഓർഡറിൻ്റെ മറ്റു വിവരങ്ങൾ, ഏത് സപ്ലയറാണ് നിങ്ങൾക്കത് ഡെലിവറി ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷനായിട്ടാണ് കിട്ടേണ്ടത്, ഇമെയിലായിട്ട് വേണോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കിട്ടണോ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മൈക്രോ സർവീസുകളായിരിക്കും നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ ഒറ്റ സർവീസ് ആയിരിക്കില്ല, ഓരോന്നിനും ചെറിയ ചെറിയ സർവീസുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യും. അതിനെയാണ് മൈക്രോ സർവീസുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഓരോ ഡെവലപ്പർ സ്പെസിഫിക് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല. നമ്മൾ സിനാരിയോകളാണ് ഇവിടെ പറയുന്നത്. സിനാരിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുറ്റുപാട്, ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ, ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഡെവോപ്സ് ടൂൾസ്, ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മളെങ്ങും പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞു പോയടുത്ത് നമ്മളിത് ഹിഡൻ ആയിട്ട് അവിടെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഗിറ്റിൻ്റെ ഒരു സ്പെസിഫിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെവോപ്സ് ടൂൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മെയിൻ്റനൻസ് വേണമല്ലോ, അതേപോലെയുള്ള മെയിൻ്റനൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ഡെവോപ്സ് ടൂൾസുകൾ വെച്ചിട്ടായിരിക്കും. ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോഡിൽ, ആ ഒരു സ്പെസിഫിക് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ചേഞ്ച് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് ഈ ഗിറ്റ് എന്നുള്ളത്. ജെൻകിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തൊരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ആയിക്കോട്ടെ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിനാരിയോകളുള്ള ഒരു വെബ്സൈറ്റാണെന്ന് നോക്കുക. ഒരുപാട്, അതായത് ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് ലെവലിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ലെവലിലുള്ള ആപ്ലിക്കേഷൻസ് മാനുവൽ ടെസ്റ്റിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് എന്നുള്ളൊരു പ്രക്രിയയുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു ഫങ്ഷനാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനാലിറ്റി കൊണ്ടിട്ട് എങ്ങനെയാണ് യൂസർ ബിഹേവ് ചെയ്യുക. മൗസ് ഇവിടെ പോകണം, അവിടെ ചെന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, അവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്പർ പാസ് ചെയ്യണം, എന്നിട്ട് ഇന്ന പൊസിഷനിൽ ചെന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വച്ചിരിക്കും. അത് പ്രകാരം ഈ ആപ്ലിക്കേഷൻ തന്നെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഓരോ ടൈമിലും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ട്രിഗർ ചെയ്യേണ്ട ഒരു കാര്യം വരുള്ളൂ. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിപ്ലോയ്മെൻറ്റ് നടന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിനാരിയോസ് ബേസ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ചെയ്തോളൂ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നൊരു ടൂളാണ് ജെൻകിൻസ്. പിന്നെ ഡോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എൻ്റർപ്രൈസ് ലെവലിലുള്ള ആപ്ലിക്കേഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നിങ്ങൾ സെർവർ സ്വിച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സെർവറിൻ്റെ ലൊക്കേഷൻ സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്കറുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഡോക്കറിൻ്റെ ഉപയോഗം പ്രധാനപ്പെട്ടും അതാണ്. നിങ്ങളുടെ ആപ്പ് പാക്ക് ചെയ്ത് എവിടെയും ചെന്ന് റൺ ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ്. മനസ്സിലായില്ല? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡെവോപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, ഡിപ്ലോയ് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വക ടൂളുകൾ ഉപയോഗിക്കുന്നത്. ഗിറ്റ്, ജെൻകിൻസ്, ഡോക്കർ. വെബ് സർവീസസ് ആൻഡ് പ്രോട്ടോകോൾസ്, നമ്മൾ ഈ രണ്ട് ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. വെബ് സർവീസുകൾ എന്താണ്, വെബ് പ്രോട്ടോകോളുകൾ എന്താണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടും വരുന്നത് HTTP അല്ലെങ്കിൽ HTTPS, HTML, CSS, XML, JSON, REST ഇതേപോലുള്ള സർവീസുകളായിരിക്കും ഈ സർവീസിനും അല്ലെങ്കിൽ ഈ വെബ് പ്രോട്ടോക്കോളിനും നമ്മൾ പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നത്. ചുരുക്കി വേണമെങ്കിൽ പറയാം, HTTP അല്ലെങ്കിൽ HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതൊരു പ്രോട്ടോക്കോളാണ് നമ്മളുടെ ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് HTTPS. അതൊരു സ്പെസിഫിക് സ്ട്രക്ചറിലായിരിക്കും നമ്മൾ ആ ഡാറ്റയൊക്കെ പാസ് ചെയ്യുന്നത്. റിട്രീവ് ചെയ്യുന്നതും അതേ സ്ട്രക്ചറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം HTTPനെ. HTTPS എന്ന് പറയുമ്പോൾ അതിൽ എൻക്രിപ്ഷൻ അതേപോലുള്ള സെക്യൂരിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്.
HTML CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML CSS ഇപ്പോൾ പറഞ്ഞു. XML JSON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് സ്ട്രക്ചറുകളാണ്. അതായത് പല രീതിയിൽ നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ APIയുടെ ഒരു കാര്യം പറഞ്ഞില്ല. APIന്ന് നമുക്ക് വേണ്ട രീതിയിൽ അവിടെ നിന്നുള്ള ഡാറ്റ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. മോസ്റ്റ്ലി JSON സ്ട്രക്ചറിലായിരിക്കും അവർ ഡാറ്റാസ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ XML സ്ട്രക്ചർ കാണാറില്ല. ഇപ്പോഴത്തെ കാലത്ത് JSON ആയിരിക്കും മാക്സിമം വരുന്നത്. JSON ആയിട്ടുള്ള രീതിയിലാണ് സ്ട്രക്ചർ വരുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉള്ളത് കൊണ്ടിട്ട് തന്നെ JSON കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് പിന്നീട് ആ ഡാറ്റ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനിപ്പോൾ മെയിനായിട്ട് ഉപയോഗത്തിൽ വരുന്നത് XMLും JSON സ്ട്രക്ചറുകളായിരിക്കും. റെസ്റ്റ് എന്നുള്ളതൊരു API ടൈപ്പാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വെബ് സർവീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഒരു വെൽ യൂസബിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ടൂൾസും വെച്ചിട്ടും മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ യൂസറിന് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളും ആ ഒരു ടൂളുകൾ ഏത് സെക്ഷനിൽ വരും എന്നതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. ഇതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.